കേരള മീഡിയ സെന്ററിൽ നിന്ന് നിയോഗിക്കപ്പെട്ട അഡ്വക്കേറ്റ്സിൻ്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകളിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ കയറി ആരാധിക്കുന്നതിന് ആരെയും തടയുന്നതല്ല. ആരാധനാ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് നമ്മൾ ഉറപ്പാക്കുന്നു, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ. മറ്റ് കാര്യങ്ങൾ പലതും പല നിർദ്ദേശങ്ങളും വെച്ചിട്ടുണ്ട്. അവയെക്കുറിച്ച് ആ നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ പറയാൻ സമയമായിട്ടില്ല. ആ നിർദ്ദേശങ്ങൾ ഇരുകൂട്ടരും സഭാ നേതൃത്വത്തോടും മറ്റുമെല്ലാം കൂടി ആലോചിച്ചതിന് ശേഷം നാളെ രാവിലേക്ക് മുമ്പ് ഒരു മറുപടി അറിയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറുപടി കളക്ടറെ അറിയിച്ചിട്ട് മറുപടികളെല്ലാം സ്വീകാര്യയോഗ്യമെന്ന് തോന്നുന്നുവെങ്കിൽ, ഈ ചർച്ചയിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം നാളെ വീണ്ടും രാവിലെ ചർച്ചയുണ്ടായിരിക്കുന്നതാണ്. അതോടുകൂടി അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നുമല്ലെങ്കിൽ ഉപവാസം അവസാനിക്കും, അല്ലെങ്കിൽ ചർച്ച അവസാനിക്കും. ഏതെങ്കിലും ഒന്ന് അവസാനിക്കും. അതുകൊണ്ട് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് പോന്നിരിക്കുകയാണ്, നേരം വെളുക്കുമ്പോൾ മുതൽ രാത്രി വരെയുള്ളതായി ചർച്ച ഞങ്ങൾക്ക് മതിയായി. ചർച്ച ചെയ്ത് മടുത്തു. ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും തന്നെയും പിന്നെയും ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾക്ക് കോടതി വിധി നടപ്പാക്കി കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഈ ഉപവാസ പ്രാർത്ഥനായജ്ഞം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഞങ്ങളുടെ ആവശ്യമാണ്. എന്നാൽ ഇപ്പോൾ നിലനിൽക്കുന്നതായ ചെറിയ സംഘർഷാവസ്ഥയും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് നീങ്ങി കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ ഹൈക്കോടതിയിൽ നിലവിലിരിക്കുന്നതായ അപ്പീൽ തീർപ്പാകും വരെ എന്തെങ്കിലും ചെറിയ ചില വിട്ടുവീഴ്ചകൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ളത് ചിന്തിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങളാണ് വന്നിട്ടുള്ളത്. അത് ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്ത് കളക്ടറെ അറിയിക്കും. നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് കളക്ടർക്ക് രണ്ടു പക്ഷത്തു നിന്നും പച്ചക്കൊടി കാണുകയാണെങ്കിൽ വീണ്ടും ഒരു ചർച്ചയുണ്ടാകുകയും ആ ചർച്ചയിൽ കൂടെ പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് ചുവന്ന കൊടിയാണ് കാണുന്നതെങ്കിൽ ചർച്ച ഉണ്ടാവുകയില്ല. പിന്നെ ഒരിക്കലും ചർച്ച ഉണ്ടാവുകയില്ല. നമ്മുടെ ഈ ആവശ്യം നിറവേറ്റി കിട്ടുന്നതുവരെയും അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിട്ടാണ് പോന്നിരിക്കുന്നത്. എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി പ്രവർത്തിച്ച് സമാധാനവും ശാന്തിയും സഭയിൽ തിരിച്ചു വരുന്നതിനും നീതിയും ന്യായവും സ്ഥാപിക്കപ്പെടുന്നതിനും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.